എല്ലാവർക്കും നമസ്കാരം. ഈ പറാട്ടയുടെ കളർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അത് തന്നെ ബീട്രൂട്ട് പറാട്ട. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് കഴിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയാണല്ലേ? എന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റുമാണ്. നമ്മൾ അറിയാതെ ബീട്രൂട്ട് കഴിച്ചും പോവും. കൂടെ തന്നെ കൂട്ടിന് ഒരു സൂപ്പർ സബ്ജിയും കൂടി ആയാലോ? ഇതൊക്കെയാണ് സബ്ജി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൽ ധാരാളം കാൽഷ്യം വിറ്റാമിൻ കെയും അടങ്ങിയോണ്ട് എല്ലുകൾക്ക് നല്ലതാണ് കേട്ടോ അത്. ഉരുളക്കിഴങ്ങിലാണെങ്കിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ B6, പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കളർഫുൾ ആയിട്ടുള്ള ഈ പച്ച ഗ്രീൻ പീസിനെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വിധത്തിലും ഇത് പച്ച ഗ്രീൻ പീസ് തന്നെയാണ്, ഉണങ്ങിയതല്ല. ഉണങ്ങിയതാണെങ്കിൽ വേവിച്ചിട്ടിടണേ. ഇനി കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയതാണ് കേട്ടോ നമ്മളെ ഗ്രീൻ പീസ്. ഇനി എല്ലാം കൂടി നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇങ്ങനെ അടച്ച് വെക്കുക, ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതിനെ വേവിച്ചെടുക്കണം. അതിന് കുറച്ച് സമയമാവും വേവാൻ. അപ്പോൾ അതവിടെ ഇരുന്ന് അങ്ങനെ വേവട്ടെ. അതിരുന്ന് അവിടെ വേവണ നേരം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് പറാട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ബീട്രൂട്ട് മുറിച്ചതും 1 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ച് നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടിക്ക് ഇതിനിട്ട് കൊടുക്കാം. ഇനി ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ അങ്ങോട്ട് കുഴക്കുക തന്നെ. അങ്ങനെ ഒരു ചുമന്ന ബോൾ ഇവിടെ റെഡിയായി. ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ പറാട്ട ഉണ്ടാക്കിയിരുന്നില്ലേ, ഉള്ളിലെ എണ്ണ വെച്ച് മടക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് അതുപോലെ ചുട്ടെടുക്കന്നെ. കണ്ടില്ലേ പൊള്ളച്ച് വരുന്ന നന്നായിട്ട്. പറാട്ട ഉണ്ടാക്കണതിൻ്റെ കൂടെ തന്നെ കറീനി ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കറിയിലെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തൊരു പാകമായി. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഇട്ടെടുത്തോളൂ. അങ്ങനെ കൂടെ തന്നെ സബ്ജിയും ഇവിടെ റെഡിയായി. അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു പാവം സബ്ജിയാണ് കേട്ടോ. മസാല അധികം ഇല്ല എന്നേ ഉള്ളൂ, ടേസ്റ്റ് അപാരാണേ. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നാൽ പിന്നെ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.